Good evening, students. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 26ാമത്തെ ചാപ്റ്റർ ആണ്. 26 ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി, അതായത് ഇന്ത്യയിലെ സമൂഹങ്ങളെ കുറിച്ചിട്ടാണ്. ട്രൈബൽ, റൂറൽ, അർബൻ, ഇങ്ങനെ 3 സമൂഹങ്ങളായിട്ട് ഇന്ത്യൻ സമൂഹത്തെ നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. ആ സമൂഹത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി ഞാൻ പറയാം. 26ാമത്തെ ചാപ്റ്റർ, അതായത് നമ്മുടെ 4ാമത്തെ മൊഡ്യൂളിലെ 26ാമത്തെ ചാപ്റ്റർ ആണ്. ദ 4th മൊഡ്യൂൾ 26th ചാപ്റ്റർ. നിങ്ങളുടെ ഗൈഡില്, NOICയുടെ ഗൈഡില് പേജ് നമ്പർ
NOC ഗൈഡിൽ പേജ് നമ്പർ 179 നിങ്ങൾക്ക് എടുക്കുന്നത്. 179 ഇന്ത്യൻ സൊസൈറ്റി ട്രൈബൽ റൂറൽ അർബൻ, ഇന്ത്യൻ സമൂഹം ഗോത്രം ഗ്രാമം ദെൻ നഗരം. അതില് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം തന്നെ എന്ന് പറയുന്നത് 26 മുതൽ 31 വരെ ചാപ്റ്റർ ആണ്. അതായത് 4th മൊഡ്യൂളിൽ നിന്ന് ഏകദേശം ഒരു 30 മാർക്കോളം സ്കോർ ചെയ്യാൻ നമുക്ക് കഴിയും. കാരണം ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈ 6 ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ അതിലെ 26ാമത്തെ ചാപ്റ്റർ 26 ഇന്ത്യൻ സൊസൈറ്റി ട്രൈബൽ റൂറൽ അർബൻ, ഗോത്രം അതുപോലെ തന്നെ ഗ്രാമം ദെൻ നഗരം, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രൈബൽ സൊസൈറ്റി എന്താണെന്ന്. ട്രൈബൽ സൊസൈറ്റി അതായത് ഗോത്ര സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നോക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയേഴ്സ് ചോദ്യമാണ്. ഏത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബൽ സൊസൈറ്റി, അതായത് ഗോത്ര സമൂഹത്തിന്റെ സവിശേഷതകൾ എന്താണെന്ന്. ഇത് ഗോത്ര സമൂഹത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടെസ്റ്റില് 180ാമത്തെ പേജ്, അതായത് മലയാളം ഗൈഡില് 180ാമത്തെ പേജിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കുന്നത്. 180ാമത്തെ പേജിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ. അത് നമ്മുടെ ഇംഗ്ലീഷ് ടെസ്റ്റിലാണെങ്കിൽ പാർട്ട് 2 38ാമത്തെ പേജിലുണ്ട്. 38ാമത്തെ പേജിലാണ് ട്രൈബൽ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്താണ് ട്രൈബൽ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. അതായത് നമുക്കറിയാം ഗോത്ര സമൂഹം എന്ന് പറയുന്നത് വെൽ ഡെമോക്രാറ്റിക്കഡ് ജോഗ്രഫിക്കൽ ടെറിട്ടറി. അവരൊരു നിശ്ചിത ഭൂപ്രദേശം, ഒരു നിശ്ചിത അതിർത്തി ആർക്കും ഉണ്ടായിരിക്കും, ഈ ഗോത്ര സമൂഹത്തിന് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു നിശ്ചിത അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണായിരിക്കും എന്ത്? ഗോത്ര സമൂഹം. വെൽ ഡെമോക്രാറ്റിക് ജോഗ്രഫിക്കൽ ടെറിട്ടറി. ദെൻ അടുത്തത് ജനറലി ദേ ലീവ് ഇൻ ഫോറസ്റ്റ് ഓർ ഹില്ലി ഏരിയ. പൊതുവായിട്ട് ഇവർ താമസിക്കുക ഒന്നേ കാടുകളിൽ അല്ലെങ്കിൽ കുന്നിൻ പ്രദേശങ്ങളിലാണ്. ദേ ലീവ് ഇൻ ഫോറസ്റ്റ് ആൻഡ് ഹില്ലി ഏരിയ. അവർ പ്രധാനമായിട്ടും താമസിക്കുന്നത് കാടുകളിലോ അല്ലെങ്കിൽ കുന്നുകളിലോ ആയിരിക്കാം. ദെൻ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഐസൊലേറ്റഡ് ഓർ സെമി ഐസൊലേറ്റഡ് കമ്പയറിംഗ് ദി അതർ സോഷ്യൽ. മറ്റുള്ള സംഘങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഇവരെന്ത് ഒന്ന് ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അധിവസിക്കുന്ന മേഖലയിൽ നിന്ന് മറ്റുള്ളവരുമായി വേർതിരിഞ്ഞ് നിൽക്കും എന്നാണ് പറയുന്നത്. അത്ര ബന്ധം ആര് തമ്മില് മറ്റുള്ള സമൂഹമായിട്ട് ഒരു ഇംപ്ലിക്കേഷൻ ഒന്നും അവർക്കുണ്ട്. അവർ ഐസൊലേറ്റഡ്, വേർതിരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ദെൻ നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദേ ഹാവ് ദെയർ ഓൺ കൾച്ചർ, ഫോക്ക് ലോസ്, കോസ്മോളജി ആൻഡ് ബിലീഫ് സിസ്റ്റം. ഇവർക്ക് ഇവരുടേതായ സംസ്കാരം, നാട്ടാചാരങ്ങൾ, ആരാധന ആചാരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വിശ്വാസങ്ങളും ഇവർക്ക് ഉണ്ടാവും. കോസ്മോളജി എന്ന് പറയുന്നത് ആരാധന മൂർത്തികളാണ്. അതൊക്കെ അവർക്ക് സ്വന്തമായിട്ടുണ്ടാവും. their own culture, their own folklore, അതുപോലെ തന്നെ കോസ്മോളജി ആൻഡ് ബിലീഫ് സിസ്റ്റം. ദെൻ അഞ്ചാമത്തെ എന്ന് പറയുന്നത് എക്കണോമിക്കലി they were സെൽഫ് സഫിഷ്യന്റ്. സാമ്പത്തികപരമായിട്ടും സ്വയം പര്യാപ്തം നേടിയവരായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ആറാമത്തെ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ they have their own language, generally do not have any script. ഇവർക്ക് ഇവരുടേതായ ഒരു ഭാഷയുണ്ടായിരിക്കും. ഇവർക്ക് ഇവരുടേതായ സ്വയമായിട്ടുള്ള ഒരു ഭാഷയുണ്ടാവും. ആ ഭാഷയ്ക്ക് ലിപി ഇല്ല എന്നാ പറയണത്. ദെൻ ഏഴാമത്തെ they have their own political system. ഇവർക്ക് ഇവരുടേതായ രാഷ്ട്രീയ വ്യവസ്ഥ ഉണ്ടായിരിക്കും. ഏകദേശം ഒരു 5 or 6 ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പഠിച്ചാൽ മതി. കാരണം 5 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ഇത് വരാറ്. അപ്പൊ നിങ്ങൾക്ക് 5 പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് പൊതുവായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ട്രൈബൽ can be defined as a community living in a hilly or forest or well democratic area having its own culture, religion, language and strong ethnical identity. അപ്പൊ ഗോത്രം എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായ മേഖലയിൽ അധിവസിക്കുകയും അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായി ഭാഷ, സംസ്കാരം, മതം, അതുപോലെ തന്നെ അവരുടെ കീഴ്വഴക്കങ്ങളും എല്ലാം ഉള്ള ഒരു ഗ്രൂപ്പിനെയാണ്, ഒരു സമുദായത്തെയാണ് നമ്മൾ ഗോത്രം എന്ന്
പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് പേജ് നമ്പർ 180 7ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 38ാമത്തെ പേജിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾക്ക് നോക്കേണ്ടത് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ എത്രമാത്രം ഉണ്ട് എന്ന് നോക്കണം. അതായത് ഇന്ത്യൻ ജനസംഖ്യയിൽ 8.1%, ഇന്ത്യൻ ജനസംഖ്യയിൽ 8.1% ആൾക്കാർ ആരാണ്? ട്രൈബൽ. അതായത് 8.1% ആൾക്കാരും എന്ത്? ട്രൈബൽ ഗോത്രവർഗത്തിൽ പെട്ടവരാണ്. ഏകദേശം 8.1 കോടി ജനങ്ങൾ എന്ത്? ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്. ഏകദേശം അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 471 ട്രൈബുകളാണ് ഇന്ത്യയിൽ ഉള്ളതെന്നാണ് കരുതപ്പെടുന്നത്. ഇവരെ നമുക്ക് റീജിയന്റെ അടിസ്ഥാനത്തിൽ, അതായത് പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ നമുക്കുള്ളത് ഒരു 5 റീജിയൻസ് ആണ്, പ്രദേശങ്ങളാണുള്ളത്. നോർത്ത് ഈസ്റ്റ് സിക്കിം ഹിമാലയ റീജിയൻ, വെസ്റ്റേൺ റീജിയൻ, സെൻട്രൽ റീജിയൻ, സദേൺ റീജിയൻ ആൻഡ് ഐലൻഡ് കമ്മ്യൂണിറ്റി. ഇങ്ങനെ 5 മേഖലകളിലായിട്ടാണ് ഏത് നമുക്ക് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ വേർതിരിച്ചിരിക്കുന്നത് റീജിയന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇന്ത്യയിലെ ട്രൈബൽ കമ്മ്യൂണിറ്റി നമ്മൾ 5 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 5 വിഭാഗങ്ങൾ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് സിക്കിം ഹിമാലയ ഒരു റീജിയൻ, 2ാമത്തെ വെസ്റ്റേൺ റീജിയൻ, 3ാമത്തെ സെൻട്രൽ, 4ാമത്തെ സൗത്ത്, ദെൻ 5 ഐലൻഡ്സ് കമ്മ്യൂണിറ്റി. ഇങ്ങനെ 5 റീജിയൻസുകളായിട്ടാണ് നമ്മൾ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിന്റെ പ്രദേശങ്ങളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 5 ഡിവിഷൻ ആയിട്ടാണ് നമ്മൾ ട്രൈബൽ കമ്മ്യൂണിറ്റി തിരിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എക്സാമിന് ചോദിച്ചിട്ട് ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ട്രൈബുകൾ ഏതാണെന്ന് ചോദിക്കാണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ട്രൈബ്സ് ഏതാണെന്ന് ചോദിക്കാൻ. പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഗോണ്ട എന്ന് പറഞ്ഞ ട്രൈബാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള ജനങ്ങളുള്ള ട്രൈബ്, ഗോണ്ട. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽസ്, ഗോണ്ട, ബിൽസ്, സന്താൾ, മിന, ഒറോൺ. ഇങ്ങനെ 5 വിഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ട്രൈബ്. ഒന്നും കൂടി പറയാം, ഗോണ്ടയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ട്രൈബ്. ഗോണ്ട, ബിൽസ്, സന്താൾ, മിന, ഒറോൺ. ഏറ്റവും കുറവ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ജർവ. ഒന്നുകൂടി പറയാം. ഓക്കെ, ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഗോണ്ട. ഗോണ്ട. ദെൻ സെക്കൻഡ് ബിൽ. 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 BIL is ബിൽ. 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 സന്താൾ. SANTHAL. സന്താൾ. മിന. MINA. മിന. Then ഒറോൺ. ORAON. ഒറോൺ. 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 ORAON. ഒറോൺ. ഓക്കെ, ഇത്രയും ട്രൈബ്സ്. 5 ഓർഡർ അങ്ങനെയാ പറഞ്ഞത്. ഈ ഓർഡറിലാണ് ഏറ്റവും കൂടുതൽ കാണുന്ന ട്രൈബ്സുകൾ, ജനങ്ങൾ കാണുന്നത്. ഏറ്റവും കുറവ് കാണുന്നത് ജർവ എന്ന് പറഞ്ഞ ട്രൈബാണ് കേട്ടോ. ജർവ, JARAWA. ജർവ, ജർവ. ജർവ, JARAWA. ഏറ്റവും കുറവ് കാണുന്നത്. ഇത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ള ഐലൻഡ്സിലുള്ള ഒരു ദ്വീപ് സമൂഹങ്ങളാണ്. പിന്നെ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന വേറൊരു ചോദ്യം കൂടി ഉണ്ട്. ഇത് നമ്മൾ റീജിയന്റെ വോയിസിൽ കുറച്ച് ട്രൈബ്സിനെ തീർച്ചപ്പോ ഫാമിലികളുണ്ട്, അതായത് ലിംഗ്വിസ്റ്റിക്കൽ ബേസിൽ ഫാമിലികളുണ്ട്. അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിലും കുറച്ച് ട്രൈബ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് ദ്രവീഡിയൻ ഭാഷ സംസാരിക്കുന്ന ഗ്രൂപ്പ്,
ആസ്ട്രോ ഏഷ്യാറ്റിക്കൽ ഭാഷ സംസാരിക്കുന്ന ഗ്രൂപ്പ് ഉണ്ട്, ടിബറ്റോ ചൈനീസ് ഭാഷ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്ന ഗ്രൂപ്പ് ഉണ്ട്. ഇത് നിങ്ങളുടെ റീജിയൻ എവിടെ 186 പേജിൽ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. റീജിയന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചിട്ടുള്ള പേരുകൾ. അതിന്റെ അടുത്ത് തന്നെ നിങ്ങളൊന്ന് എഴുതിച്ചോ, ആസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷ സംസാരിക്കുന്ന 2 ഗ്രൂപ്പുകളുടെ പേര്. ആസ്ട്രോ ഏഷ്യാറ്റിക്, അതായത് നമ്മുടെ ടെസ്റ്റിൽ 40-ാമത്തെ പേജിൽ ഉണ്ട് കേട്ടോ. അത് ആസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷ സംസാരിക്കുന്ന 2 ഗ്രൂപ്പുകളുടെ പേരുകൾ, അതായത് കാശി, നിക്കോബാരി, ഇവരൊക്കെ ഈ ഒരു ഭാഷ സംസാരിക്കുന്ന. ടിബറ്റോ ചൈനീസ് ഭാഷ സംസാരിക്കുന്ന 2 ആൾക്കാരെ, നാഗ, അതുപോലെ ഭോട്ടിയ, ലിപ്ച എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ്. ദ്രവീഡിയൻ ഭാഷ സംസാരിക്കുന്ന ധോഡ, ഗോണ്ടി, ഒറോൺ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ദ്രവീഡിയൻ ഭാഷ സംസാരിക്കുന്നതാണ്. ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്ന ആണ് ഹജോങ്ക, ബിലി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്സ്. ഇത് അറിഞ്ഞിരുന്നില്ലെങ്കിലും ഇതിൽ ദ്രവീഡിയൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ പേര് നിങ്ങൾ പഠിക്കുക കേട്ടോ. അതാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. ദെൻ ഇനി എക്സാം ഏത് ദ്രവീഡിയൻ ഭാഷ സംസാരിക്കുന്ന പറഞ്ഞു. ദ്രവീഡിയ ഭാഷ സംസാരിക്കുന്ന ആൾക്കാര് തോഡ, ഗോണ്ടി, ഗോണ്ടി, ഒറോൺ ദ്രവീഡിയൻ ഭാഷ സംസാരിക്കുന്ന ട്രൈബ്സുകൾ. ദെൻ ഇനി എക്സാമിന് നമ്മളോട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ട്രൈബൽസുകൾ, അതായത് ഗോത്ര വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നമാണ്. ഗോത്രങ്ങൾ നേരിടുന്ന പ്രശ്നം, ദ പ്രോബ്ലംസ് ഓഫ് ട്രൈബ്സ്, അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അത് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ട്രൈബൽ സൊസൈറ്റി നേരിടുന്ന പ്രശ്നങ്ങൾ 180-ാമത്തെ പേജിലെ 8-ാമത്തെ ക്വസ്റ്റ്യൻ, അതൊന്ന് ടിക്കിട്ട് വെച്ചോ. 180-ാമത്തെ പേജിലെ 8-ാമത്തെ ക്വസ്റ്റ്യൻ, ട്രൈബൽസ് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞേക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്ന ഓർഡറിൽ. അതായത് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ലാൻഡ് അലിയേഷൻ ആണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഗോത്ര സമൂഹങ്ങൾ നേരിടുന്ന ഏറ്റവും ആദ്യത്തെ പ്രശ്നമാണ് ഇത്, ലാൻഡ് അലിയേഷൻ, ഭൂമി അന്യവൽക്കരണം, ഭൂമി അന്യവൽക്കരിക്കപ്പെടുക. ഇതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയുന്നത്. കാരണം അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല. അത് കാടുകളിലാണ് ജീവിക്കണെന്ന് പറഞ്ഞാലും അവർക്ക് പട്ടയോ അങ്ങനൊന്നും നമുക്ക് തന്നിട്ടില്ല. ചെറിയൻ ചേട്ടന്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ദെൻ ഭൂമി അന്യവൽക്കരണമാണ് അവരുടെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം. ദെൻ 2-ാമത്തെ പ്രശ്നമായിട്ട് പറയുന്നത് കടബാധ്യതയാണ്. കടബാധ്യത എന്ന് പറയുന്നത് ഇവർക്ക് മണി എന്ന് പറഞ്ഞ സാധനം, പൈസ അല്ല പണം എന്ന് പറഞ്ഞ സാധനം ഇവർക്ക് ഇല്ല. അപ്പൊ പല കാര്യങ്ങൾക്കും വേണ്ടി പണം ആശ്രയിക്കുമ്പോൾ ഇവര് ഏതെങ്കിലും മണി ലെൻഡേഴ്സുമായിട്ട്, അതായത് ഈ നമ്മൾക്ക് പറയാലോ ഈ മണി കൊടുക്കുന്ന പലിശയ്ക്കൊക്കെ കൊടുക്കുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് ഇവര് പണം മേടിക്കും. ഈ പണം മേടിക്കുമ്പോൾ കടബാധിതരായിട്ട് തീരാണ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള തൊഴിലുകളൊന്നും ലഭിക്കാത്തത് കൊണ്ട് ഇവർക്ക് മണി, അറിയാം ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് വനശേഖരണമാണ്. അതായത് വനത്തിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളാണ് ഇവരുടെ ശേഖരിച്ച് വിൽക്കുക എന്നാണ് ഇവരുടെ പ്രധാന തൊഴിൽ. അപ്പൊ അത് അത്ര എമൗണ്ട് അതിലേക്ക് കിട്ടൂല. അപ്പൊ ഈ കിട്ടാണ്ടാവുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടി മണി ലെൻഡേഴ്സിന്റെ അതായത് ആ കടബാധ്യതയിലേക്ക് ഇവര് നീങ്ങാണ്. അപ്പൊ കടബാധ്യതയാണ് ഇവരുടെ 2-ാമത്തെ പ്രശ്നം ആയിട്ട് പറയുന്നത്. 3-ാമത്തെ ബോണ്ടഡ് ലേബേഴ്സ്, ഇവർ കരാറ് തൊഴിലാളികളായിട്ട് മാറാണ് പയ്യെ. നമുക്കറിയാം ഇവര് ദാരിദ്ര്യത്തിലേക്കൊക്കെ നീങ്ങുമ്പോൾ വലിയ തോട്ടത്തൊഴിലാളികൾ, ഇപ്പൊ ഏലം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തേയില, ഇവിടെയൊക്കെ തേയില തോട്ടത്തിലൊക്കെ ഇവര് കരാറ് തൊഴിലാളികളായിട്ട് ഇവര് മാറുകയാണ് ചെയ്യുന്നത്. ബോണ്ടഡ് ലേബേഴ്സ് ആണ് 3-ാമത്തെ പ്രശ്നമായിട്ട് മാറുന്നത്. ദെൻ 4-ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ്. അതായത് ഇവര് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞ സാധനം ഇവർക്ക് കുറവായിരിക്കും. കാരണം ഇവർ കൃഷി ചെയ്യാൻ വനത്തിലാണ് ആണെങ്കിലും ഇവർക്ക് കൾട്ടിവേഷൻ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ കൾട്ടിവേഷൻ ചെയ്യുന്നത് പറയുന്നത് ഈ നോർത്ത് ഈസ്റ്റ് ട്രൈബ്സിലാണ്. അതായത് നമ്മുടെ ഈ ആസാം, മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ് ഈ പ്രദേശങ്ങളിലാണ് ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ കൂടുതലായിട്ട് കാണുന്നത്. ഇവിടെ കാണുന്നത് ഡീഫോറസ്റ്റേഷൻ, അതായത് വനനശീകരണത്തിന്റെ ഫലമായിട്ട് ഇവർ ചെറിയ പാടങ്ങൾ ഉണ്ടാക്കി, കൃഷി സ്ഥലങ്ങൾ ഉണ്ടാക്കുകയും അതിനെ
ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനിൽ തട്ടുകളായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് ഇവർക്ക് വലിയൊരു പ്രശ്നമായിട്ടാണ് മാറാറ്. ദെൻ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഇല്ലിറ്ററസിയാണ്. ഇല്ലിറ്ററസി എന്ന് പറഞ്ഞാൽ നിരക്ഷരതയാണ്. നിരക്ഷരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. നിരക്ഷരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതാനും വായിക്കുവാനുമുള്ള കഴിവ് ഇല്ലെങ്കിൽ അതിനെ നമ്മൾ നിരക്ഷരത എന്നും, ഏതെങ്കിലും ഒരു ഭാഷയിൽ വായിക്കുവാനും എഴുതുവാനും മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സാക്ഷരത എന്ന് പറയും. ഇവർക്ക് എന്തില്ല? നിരക്ഷരത. ഇവർക്ക് എഴുതാനും വായിക്കാനും ഗൈഡിലുണ്ടല്ലോ 180 പേജിലായിട്ട് നിരക്ഷരത എന്താണെന്ന് അവർ ഓർഡറിലല്ല കൊടുത്തേക്കുന്നത്. നമ്മുടെ ടെസ്റ്റിൽ ഓർഡറാണ് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങളുടെ ഗൈഡിൽ ഉണ്ട്. ഇല്ലിറ്ററസി നിരക്ഷരത. അപ്പൊ ഇവർക്ക് എഴുതാനും വായിക്കുവാനുള്ള കഴിവ് എന്ത് ഇല്ല എന്നാണ് പറയുന്നത്. ഗൈഡിൽ ഉള്ളത് എഴുതിയാലും കുഴപ്പമില്ല, ഞാൻ നമ്മുടെ ഈ ടെസ്റ്റിലുള്ളതാണ് ഞാൻ വായിക്കുന്നത്, അതുകൊണ്ടാ പറഞ്ഞത് കേട്ടോ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് 1 വേർഡ് ആയിട്ട് ചോദിച്ചു, അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ എടുത്ത് ഞാൻ ഇവിടെ പറഞ്ഞത്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്താന്ന് ചോദിക്കാറുണ്ട്. ദെൻ ഇല്ലിറ്ററസി, പിന്നെ പ്രോബ്ലം ഓഫ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ആരോഗ്യപരമായിട്ട് ആരോഗ്യം പോഷകാഹാരക്കുറവും ഇവർക്ക് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെയാണ് ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഈ എക്സാമിന് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് പ്രോബ്ലം ഓഫ് ട്രൈബൽ സൊസൈറ്റി. ഡിസ്ക്രൈബ് ദി മേജർ പ്രോബ്ലം ഓഫ് ട്രൈബ്സ്. അതായത് ട്രൈബൽ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അത് നിങ്ങളുടെ ഗൈഡിലുള്ളത് എഴുതിയാലും കുഴപ്പമില്ല, നമ്മുടെ ടെസ്റ്റിൽ എഴുതിയതും കുഴപ്പമില്ല. പക്ഷെ ഞാൻ നമ്മുടെ ടെസ്റ്റിലുള്ളതാണ് വായിച്ചത്. അതിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്താണെന്ന് നമ്മുടെ ഗൈഡിൽ ഇല്ല കേട്ടോ. അതും കൂടി ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ അടുത്ത സമൂഹമാണ് റൂറൽ സൊസൈറ്റി. റൂറൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമസമൂഹമാണ് കേട്ടോ. അതായത് ഗ്രാമസമൂഹം എന്ന് പറയുമ്പോൾ ഗോത്ര സമൂഹത്തിനാട്ടും ജനസംഖ്യ ഇത്രയും കൂടി കൂടുതലുള്ള സമൂഹം. ഇത് എക്സാമിന് അങ്ങനെ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല, എന്നിരുന്നാലും പറയണമെന്നു മാത്രം. റൂറൽ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത അഗ്രികൾച്ചറാവും പ്രധാനപ്പെട്ട തൊഴിൽ. അതായത് കൃഷി പ്രധാനപ്പെട്ട തൊഴിലുള്ള ചെറിയ തോതിൽ ജനസംഖ്യയുള്ള സമുദായത്തെയാണ് നമ്മൾ റൂറൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാമപ്രദേശത്തിന്റെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്, അതായത് സ്വഭാവ സവിശേഷതകളിൽ ആദ്യം പറയുന്നത് കൃഷിയാണ് പ്രധാനപ്പെട്ട തൊഴിൽ. അതായത് കൃഷിയാണ് അവരുടെ പ്രധാനപ്പെട്ട തൊഴിലായിട്ട് പറയുന്നത്. പിന്നെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് സ്മോൾ സൈസാണ്, ചെറിയ വലിപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അവർ പ്രൈമറി ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മുഖാമുഖം സംഭാഷണം നടത്തുന്ന ആൾക്കാരായിരിക്കും. ഗാഢമായ, അതായത് ഇംപേഴ്സണൽ ആയിട്ട്, വ്യക്തിപരമല്ല, ഇംപേഴ്സണൽ ആയിട്ടുള്ള, അതായത് നല്ല ഗാഢപരമായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും എവിടെ ഉണ്ടാവാം? വില്ലേജുകളിൽ ഉണ്ടാവാം. ദെൻ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ കിൻഷിപ്പ്, ഫാമിലി മെമ്പേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ബന്ധുത്വം, അതെ നമുക്കറിയാം, ഒരു ഗ്രാമത്തിന്റെ തൊട്ടടുത്തുള്ള താമസിക്കുന്ന ആൾക്കാരൊക്കെ ബന്ധുക്കളായിരിക്കും അല്ലെ. അപ്പൊ ബന്ധുത്വത്തിന് അവിടെ ഭയങ്കര പ്രാധാന്യം ഉണ്ട്. ദെൻ മിക്കവാറും എല്ലാവരും കൂട്ടുകുടുംബമായിട്ടാണ് ജീവിക്കുക, ജോയിന്റ് ഫാമിലി ആയിട്ടാണ് ജീവിക്കുക. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി റൂറൽ സമൂഹം എന്താണ്. റൂറൽ സമൂഹത്തിൽ പിന്നെ ജാതി വ്യവസ്ഥ ഏറ്റവും കൂടുതൽ കാണാം എവിടെയാണ്? റൂറൽ സമൂഹത്തിലാണ്. ജാതി വ്യവസ്ഥ, അതായത് ഗ്രാമപ്രദേശങ്ങളിലാണ് നമ്മുടെ കാസ്റ്റ് സിസ്റ്റം കാണാം. പിന്നെ അവിടുത്തെ വില്ലേജ് എക്കോണമി, സാമ്പത്തികം എന്ന് പറയുന്നത് അതായത് ഡെവലപ്ഡ് ആണ്. അതെങ്ങനെയാ? അങ്ങനെ ഫുൾ ഡെവലപ്ഡ് അല്ല, ലെസ് ഡെവലപ്ഡ്. ഒട്ടും ചെറിയ വികസനങ്ങളൊക്കെ അവിടെ ഗ്രാമപ്രദേശങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും, റോഡൊക്കെ ഉണ്ടാവും. ബട്ട് ലെസ് ഡെവലപ്ഡ്, ഒട്ടും ഇല്ലാത്ത ഒരു എക്കോണമി അല്ല, അന്ന് നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള എക്കോണമി അല്ല. പിന്നെ ഇവിടുത്തെ ജനസംഖ്യ താരതമ്യേന മോഡറേറ്റ് ആയിരിക്കും. അതായത് മോഡറേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ട്രൈബൽ സമൂഹത്തിൽ നിന്നും കൂടുതലും അന്ന് നഗര സമൂഹത്തിൽ നിന്നും കുറവും, അങ്ങനെയാണ് ഇവരുടെ പോപ്പുലേഷൻ ഉള്ളത്. ഇത്രയും പഠിച്ചാൽ മതി റൂറൽ എക്കോണമി.
ഇന്ത്യയിലെ റൂറൽ എക്കോണമിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഏത് പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരുന്നത്. 1959 പഞ്ചായത്ത് രാജ് സിസ്റ്റം, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അർബൻ സൊസൈറ്റിയാണ്. അർബൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നഗര സമൂഹമാണ്. നഗര സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നഗര സമൂഹം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് അവിടെ പോപ്പുലേഷൻ കൂടുതലായിരിക്കും, ജനസംഖ്യ വളരെ കൂടുതലായിരിക്കും. അർബൻ സമൂഹത്തിൽ നമ്മൾ എന്ത് ടൗൺ, സിറ്റീസ്, മെട്രോസുകൾ ഇത് ഉൾപ്പെടുന്നവരെയൊക്കെയാണ് നമ്മൾ എന്ത് നഗരങ്ങൾ, അർബൻ എന്ന് പറയുന്നത്, അർബൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആയാണ്, ഉയർന്ന ജനസംഖ്യ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ഒരു 75%, 75% ജനങ്ങളും എന്തായിരിക്കും? നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യാം. കൃഷി അല്ല പ്രധാനപ്പെട്ട തൊഴിൽ, മറ്റ് ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കും. ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലികളായിരിക്കും കൂടുതൽ ചെയ്യുക നഗരപ്രദേശത്ത്. അവർ അഗ്രികൾച്ചറും ഡൊമസ്റ്റിക്കേഷനും കാറ്റൽ റെയറിങ്ങും ഉണ്ടാവില്ല എന്നാണ് പറയണത്. അപ്പൊ ഈ അർബൻ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് തന്നെയാണ്. ഏത്? ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉണ്ടാവും, പിന്നെ കൾച്ചറൽ ഹെട്രോജീനിറ്റി. ഹെട്രോജീനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാംസ്കാരികത്തിന്റെ ഒരു മിംഗ്ലിക്കേഷൻ, എല്ലാ സംസ്കാരത്തിലെ വിഭാഗങ്ങളും ഒരുമിച്ച് കൂടുന്ന പ്ലേസ് ആയിരിക്കും ഏത്? അർബൻ ഏരിയ എന്ന് പറയുന്നത്. അതായത് എല്ലാ ആൾക്കാരും, അതായത് ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാ സംസ്കാരത്തിൽ പെട്ട ആൾക്കാരും എവിടെ കാണാം? ഈ നഗരത്തിൽ കാണാം. ഏകജാതീയത അവിടെ കുറവായിരിക്കും, അവിടെ ജാതി വ്യവസ്ഥ ഉണ്ടാവില്ല. എന്തിനാ പ്രാധാന്യം കൊടുക്കുക? സാമൂഹ്യ വൈജാത്യം, അതായത് കൾച്ചറൽ ഹെർട്ട്, വിഭിന്ന വിഭാഗത്തിൽപ്പെട്ട എല്ലാ സംസ്കാരത്തിൽപ്പെട്ട ആൾക്കാരും ഒരുമിച്ച് ജീവിക്കും. പിന്നെ സിറ്റികളെല്ലാം എന്ന് പറയുന്നത് മാൻമെയ്ഡ് ആയിരിക്കും. സിറ്റീസ് ആർ ക്രിയേറ്റഡ് ഇൻ ബൈ മാൻമെയ്ഡ് എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആയിരിക്കും എൻവയോൺമെന്റ്. നമ്മുടെ ആ പരിസ്ഥിതി എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതം, പ്രകൃതി നിർമ്മിതമാവില്ല. നമുക്കറിയാം ഗ്രാമപ്രദേശങ്ങളിൽ പോയാലായിരിക്കും എന്ത് മല, പുഴ, വയൽ, അങ്ങനെ കാട് ഇതൊക്കെ കാണാം, വനങ്ങളൊക്കെ കാണാൻ പറ്റും. നഗരങ്ങളിൽ പോയാൽ നമുക്ക് കൂടുതൽ കാണാം എന്ത് കെട്ടിടങ്ങള്, പാലങ്ങള്, റോഡുകള്, ഇല്ലേ? മനുഷ്യനിർമ്മിതമായ ചിലപ്പോൾ വാട്ടർഫാൾസോ അല്ലെങ്കിൽ പാർക്കുകളോ ഗാർഡനുകളോ ഇതൊക്കെ മനുഷ്യനിർമ്മിതമായിട്ടുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് നോൺ അഗ്രികൾച്ചർ ആയിരിക്കും. പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ ട്രേഡ്, കൊമേഴ്സ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആൻഡ് ഗവൺമെന്റ് ജോലികളായിരിക്കും അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടാവുക. പിന്നെ ഇവിടുത്തെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റം അല്ല, ക്ലാസ് സിസ്റ്റമാണ്, വർഗമാണ് അവിടെ പ്രാധാന്യം വരുന്നത്. ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, ഇങ്ങനെ ക്ലാസ് ആണ് അവിടെ കാണാൻ സാധിക്കുക. പിന്നെ ഇവിടുത്തെ സോഷ്യൽ കൺട്രോള്, സാമൂഹ്യ നിയന്ത്രണം നടത്തുന്ന ആൾക്കാരെ എന്ന് പറയുന്നത് കോർട്ട്, പോലീസ്, അതുപോലെ തന്നെ അതർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ആയിരിക്കും എന്ത് സാമൂഹ്യ നിയന്ത്രണം നടത്താം. ഒരു 5 6 ഇതിൽ നിങ്ങൾ പഠിക്കാം. ഇനി നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അർബൻ സോഷ്യൽ പ്രോബ്ലം, അതായത് നഗരത്തിലെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് 185 പേജിലെ 14 ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ആ ചോദ്യം ഒന്ന് ടിക്കറ്റ് വെച്ചു, അത് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാണ്. ഡിസ്ക്രൈബ് ബ്രീഫ്ലി അർബൻ സോഷ്യൽ. മനുഷ്യന് ആവശ്യമായിട്ടുള്ള, നമ്മളിപ്പോ പറയുന്നത് അർബൻ സോഷ്യൽ പ്രോബ്ലം ആണ്. അർബൻ സോഷ്യൽ പ്രോബ്ലത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ജനസംഖ്യ കൂടുമ്പോൾ ചേരികൾ വരും, ചേരികൾ വരുമ്പോൾ ക്രൈം ആക്ടിവിറ്റീസ് കൂടും. ഈ ക്രൈം ആക്ടിവിറ്റീസ് കൂടുന്ന പോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും എന്ത് ബേസിക് ഫെസിലിറ്റീസ് ഉള്ള
ആവശ്യ ഘടകങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വാട്ടർ ആയാലും ഇലക്ട്രിസിറ്റി ആയാലും ഈവൻ എവിടേക്ക് പോവർട്ടിയിലേക്ക് നീങ്ങുമെന്നാണ് പറയുന്നത്. പിന്നെ നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് എന്ത് കൂടുതലാണ്? മെന്റൽ പ്രഷറും ടെൻഷനും വളരെ കൂടുതലായിരിക്കും. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് പ്രദേശങ്ങളിലെ ആൾക്കാർക്ക് മെന്റൽ പ്രഷറും ടെൻഷനും വളരെ കൂടുതലായിരിക്കും. പിന്നെ മലിനീകരണം എഴുതാം. എല്ലാ പൊല്യൂഷൻസുകളും, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, എല്ലാ പൊല്യൂഷൻസുകളും ഏറ്റവും കൂടുതൽ എവിടെയാണ്? നഗരങ്ങളിലാണെന്ന് എഴുതാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ എവിടെയാണ്? നഗരങ്ങളിലാണ്. പോവർട്ടി, ദാരിദ്ര്യം എവിടെ തന്നെയാണ്? നഗരപ്രദേശങ്ങളിലാണ് കാണാൻ പറ്റുക. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയുന്നത് മൈഗ്രേഷൻ ആണ്. മൈഗ്രേഷൻ എപ്പോഴും കാണാൻ നഗരങ്ങളിലാണ് കാണാൻ പറ്റുക. മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിയേറ്റമാണ്. കുടിയേറ്റം രണ്ട് രീതിയിലുണ്ട്. അതായത് മൈഗ്രേഷൻ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് നടക്കാം. പുഷ് മൈഗ്രേഷനും പുൾ മൈഗ്രേഷൻ. പുൾ എന്ന് പറഞ്ഞാൽ തള്ള, പുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിക്കാം. അല്ല, പുഷും തള്ള, പുള്ള്, ദെൻ പുഷ്, വലിക്കുക. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആ വേർഡ് മറക്കണ്ട. മൈഗ്രെയിൻ അല്ല, തലവേദനയല്ല. ചില കുട്ടികൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈഗ്രെയിൻ എന്ന് വിചാരിച്ചിട്ടൊക്കെ എങ്ങോട്ട് എഴുതി വെച്ചു. മൈഗ്രെയിൻ അല്ല, മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിയേറ്റം എന്നാണ്. അതായത് കുടിയേറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് നമ്മൾ താമസിക്കാം. ഇതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അത് നഗരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണാം കേട്ടോ. അപ്പൊ മൈഗ്രേഷൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ദാരിദ്ര്യം കൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ മാറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു യുദ്ധം വന്നപ്പോ, ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം വന്നപ്പോ അല്ലെ, ഈ ഗാസയിൽ നിന്നും ജനങ്ങളോട് മാറാൻ താമസിക്കാൻ പറഞ്ഞു. അതൊരു പുഷ് ഫാക്ടറാണ്. പുഷ് ഫാക്ടർ ഓഫ് മൈഗ്രേഷൻ. നിർബന്ധിച്ച് അവരെ മാറ്റാണ് ചെയ്യുന്നത്, കുടിയേറ്റം മാറ്റം. അപ്പൊ ഇതൊക്കെ കാണാൻ പറ്റുക എവിടെയാണ്? നഗര സമൂഹത്തിലാണ്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. ഒന്നും കൂടി ഞാൻ ഈ ചാപ്റ്ററിൽ അടയാളപ്പെടുത്തേണ്ടത് പറയാം. 180 പേജിലെ 7ഉം 8ഉം ക്വസ്റ്റ്യൻ അടയാളപ്പെടുത്താം. 180-ലെ 7ഉം 8ഉം. 7ാമത്തെ ക്വസ്റ്റ്യൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബലും 8ാമത്തെ ക്വസ്റ്റ്യൻ ട്രൈബൽ പ്രോബ്ലം ആണ്. അത്രയും പഠിക്കാം. ദെൻ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് 185-ാമത്തെ പേജിലെ 14ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ബ്രീഫ്ലി അർബൻ സോഷ്യൽ പ്രോബ്ലം. അത് നമ്മളോട് ചോദിക്കാറുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. ഞാൻ അന്ന് ഈ ഭാഗത്തിലെ ചോദ്യങ്ങള് ഇപ്പൊ തന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ് പോലെയാണ് ഞാനിപ്പോ ഇത് കളയാൻ ഈ ചാപ്റ്റേഴ്സ് പോകുന്നത്. കാരണം മോർ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഈ ഭാഗത്തിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളൊന്ന് നോക്കാം. സ്ക്രീൻ ഷെയർ ചെയ്തത് കണ്ടില്ലേ നിങ്ങൾ? ആദ്യത്തെ ചോദ്യം ഞാൻ വായിക്കാം, ഉത്തരം നിങ്ങൾ പറഞ്ഞത്. ട്രൈബൽ കമ്മ്യൂണിറ്റി ലീവ് മോസ്റ്റ്ലി ഇൻ ഡാഷ് ഏരിയ. ഇതെന്താണ് ഉത്തരം? ചോദ്യം കാണുന്നുണ്ടോ എല്ലാരും? ട്രൈബൽ കമ്മ്യൂണിറ്റി ലീവ് മോസ്റ്റ്ലി ഇൻ ഡാഷ് ഏരിയ. ഹില്ലി, അർബൻ, ഇൻഡസ്ട്രിയൽ. ഏത് ഏരിയയിലാണ്? ഓക്കെ, ഹില്ലി ഏരിയ. ദെൻ അടുത്തത് എക്കോണമി ഓഫ് ദി ട്രൈബൽ ഈസ് ഫൗണ്ട് അറ്റ് ഡാഷ് ലെവൽ. അതായത് ട്രൈബൽ സമൂഹത്തിലെ സാമ്പത്തികം എങ്ങനെയാണെന്ന്. അഡ്വാൻസ്ഡ്, ഡെവലപ്പിംഗ്, പ്രിമിറ്റീവ്. ഏതായിരിക്കും? ചെറിയ തോതിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. പ്രിമിറ്റീവ് ആണ് അവിടെ ഉണ്ടാവുക. ദെൻ അടുത്തത് ട്രൈബൽസ് ഹാവ് എ ഡാഷ് റിലീജിയൻ. ദെയർ ഓൺ റിലീജിയൻ, ഹിന്ദു റിലീജിയൻ, ക്രിസ്ത്യൻ റിലീജിയൻ. എന്തായിരിക്കും ട്രൈബൽസിന്റെ മതം? ട്രൈബലിന്റെ മതം എന്ന് പറയുന്നത് എന്താണ്? ദെയർ ഓൺ റിലീജിയൻസ് ആയിരിക്കും. ദെൻ ട്രൈബൽ സൊസൈറ്റി ഹാവ് എ ഡാഷ് ഫോം ഓഫ് ഇൻഇക്വാലിറ്റി. ട്രൈബൽ സമൂഹത്തിൽ അസമത്വം ഉണ്ടാവും. അതെങ്ങനെയാണ്? ഇന്റൻസീവ്, വളരെ കുറവ്, ലിറ്റിൽ, ചെറിയ തോതിൽ, മോഡറേറ്റ്, മിതമായ രീതിയിൽ. ഏതായിരിക്കും? വളരെ കൂടുതൽ ഇന്റൻസീവ്, ലിറ്റിൽ കുറച്ച്, മോഡറേറ്റ് മിതമായ രീതിയിൽ. ട്രൈബൽ സൊസൈറ്റിയില് ഇൻഇക്വാലിറ്റീസ് കാണാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയാം. Economy of the tribals is found at dash level.
അതായത് ട്രൈബൽ സമൂഹത്തിലെ എക്കോണമി, സാമ്പത്തികം എങ്ങനെയാണെന്ന്. അഡ്വാൻസ്ഡ് ആണോ, അതോ ഡെവലപ്പിംഗ് ആണോ, അതോ പ്രിമിറ്റീവ് ആണോ? ഏതായിരിക്കും അവിടുത്തെ എക്കോണമി? പ്രിമിറ്റീവ്. അതായത് അത്ര സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, ഒരു പ്രിമിറ്റീവ് രീതിയിലുള്ളതാണ്. ദെൻ ഇനി ഞാൻ നാലാമത്തെയാണ് പറഞ്ഞത്. ദ ട്രൈബൽ സൊസൈറ്റി ഹാവ് എ ഡാഷ് ഫോം ഓഫ് ഇൻഇക്വാളിറ്റി. ട്രൈബൽ സമൂഹത്തിലെ ഇൻഇക്വാളിറ്റി, അതായത് അസമത്വം കാണാൻ സാധിക്കും. അത് ഇന്റൻസീവ്, വളരെ അധികമുള്ള അസമത്വം കാണാൻ സാധിക്കും. ലിറ്റിൽ, വളരെ കുറച്ചുള്ള ഒരു അസമത്വം കാണാൻ പറ്റും. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ മിതമായ രീതിയിൽ. അപ്പൊ ഏത് രീതിയിലുള്ള അസമത്വമായിരിക്കും, ഇൻഇക്വാളിറ്റി ആയിരിക്കും അവിടെ കാണാൻ പറ്റുക? ലിറ്റിൽ, വളരെ കുറവുള്ള അസമത്വമായിരിക്കും എവിടെ കാണാൻ പറ്റുക? ട്രൈബൽ സമൂഹത്തിൽ. ക്ലിയർ ആയല്ലോ ഈ ഭാഗത്തെ ചോദ്യം? ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ഒന്നുകൂടി പറയണം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ട്രൈബൽ കമ്മ്യൂണിറ്റി ലീവ് മോസ്റ്റ്ലി ഇൻ ഡാഷ് ഏരിയ. അതായത് ഗോത്ര സമൂഹം പ്രധാനമായും എവിടെയാണ് താമസിക്കുന്നത്? നമുക്കറിയാം ഹില്ലി ഓർ ഫോറസ്റ്റ്. നമ്മുടെ ഓപ്ഷനിൽ ഹില്ലി, അർബൻ, ഇൻഡസ്ട്രിയൽ ആണ്. അപ്പൊ ഇതിൽ ഏതാണ് എടുക്കാൻ പറ്റുക? ഹില്ലി ഏരിയ, അതായത് കുന്നുകളിലാണ് അല്ലെങ്കിൽ കാടുകളിലാണ് ആര് താമസിക്കുക? ട്രൈബൽ സമൂഹം താമസിക്കുക. ഹില്ലി എന്ന് പറഞ്ഞാൽ കുന്ന്, അർബൻ എന്ന് പറഞ്ഞാൽ നഗരം, ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ വ്യവസായം. അതാണ് നിങ്ങൾക്ക് കിട്ടാഞ്ഞ്, മലയാളം വേർഡ് കിട്ടാഞ്ഞ് ഞാൻ പറയാം. ഹില്ലി എന്ന് പറഞ്ഞാൽ കുന്ന്, അർബൻ എന്ന് പറഞ്ഞാൽ നഗരം, ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ വ്യവസായം എന്നാണ്, വ്യവസായ മേഖല. അപ്പൊ ഇവിടെ ട്രൈബൽ സമൂഹം താമസിക്കുക എവിടെ? കുന്നുകളിലാണ് താമസിക്കുക. രണ്ടാമത്തെ ചോദ്യം ക്ലിയർ ആയോ? അത് ക്ലിയർ ആയി. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എക്കോണമി ഓഫ് ദി ട്രൈബൽ ഈസ് ഫൗണ്ട് അറ്റ് ഡാഷ് ലെവൽ. അതായത് ട്രൈബൽ സമൂഹത്തിലെ എക്കോണമി, സാമ്പത്തികം എങ്ങനത്തെ ലെവലാണ്, എങ്ങനത്തെ രീതിയിലാണെന്നാണ്. അഡ്വാൻസ്ഡ്, വളരെ ഉയർന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്കോണമി ആയിരിക്കും. അല്ലെങ്കിൽ ഡെവലപ്പിംഗ്, ഒരു വികസിത എക്കോണമി ആയിരിക്കും. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പുരോഗമനമില്ലാത്ത, സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിക്കാത്ത സമൂഹം, എക്കോണമി. ഇതിൽ ഏതായിരിക്കും അപ്പൊ എക്കോണമി എന്ന് പറയുന്നത്? ഒട്ടും പ്രിമിറ്റീവ് ആയിരിക്കും. അതായത് സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്ത ഒരു സമൂഹമായിരിക്കും എവിടത്തെ? ട്രൈബൽ എക്കോണമി. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയി. ഓക്കെ. ദെൻ അടുത്തത്, ട്രൈബൽ ഹാവ് എ ഡാഷ് റിലീജിയൻ. ഇത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞതാ. ട്രൈബൽ സമൂഹത്തിന് മതം എങ്ങനെയാണ്? ഹിന്ദു മതമുണ്ടോ, ക്രിസ്ത്യൻ മതമുണ്ടോ, അതോ അവർക്ക് അവരുടേതായ മതമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് എങ്ങനത്തെ മതമാണ് ഉള്ളത് ട്രൈബൽ സമൂഹത്തില്? ഈ ഡെയർബോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടേതായ എന്ന അർത്ഥത്തില്, അതായത് ഡെയർബോൺ റിലീജിയൻ ആണ്, അവർക്ക് അവരുടേതായ മതമാണ് ഉള്ളത്. ലാസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത്, ട്രൈബൽ സൊസൈറ്റി ഹാവ് എ ഡാഷ് ഫോം ഓഫ് ഇൻഇക്വാലിറ്റി. ട്രൈബൽ സമൂഹത്തിൽ, അതായത് ഗോത്ര സമൂഹത്തിലെ അസമത്വം, ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസമത്വം എന്നാണ് പറയുന്നത്. ട്രൈബൽ സമൂഹത്തിൽ അസമത്വം ഉണ്ട്. അത് എങ്ങനത്തെ അസമത്വമാണ് ഉള്ളത്? ഇന്റൻസീവ്, വളരെ കൂടുതലുള്ള അസമത്വം കാണാൻ പറ്റും. ലിറ്റിൽ, വളരെ കുറച്ച് ഉള്ള അസമത്വം കാണാൻ പറ്റും. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ മിതമായ രീതിയിലുള്ള അസമത്വം കാണാൻ പറ്റും. അപ്പൊ എങ്ങനത്തെ രീതിയിലുള്ള അസമത്വമാണ് ട്രൈബൽ സമൂഹത്തിലുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അത് ലിറ്റിൽ, വളരെ കുറവ് രീതിയിലുള്ള അസമത്വമാണ് കാണാൻ പറ്റുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ദെൻ ഇനി അടുത്ത ഇത് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, 26.2 ചോദ്യമാണ്. ഇവിടെ നെയിം ദി 5 മേജർ ട്രൈബ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ട്രൈബുകൾ ഏതാണെന്നാ പറയണത്. ഇന്ത്യയിലെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാലും മതി. നെയിം ദി 5 മേജർ ട്രൈബ്സ്. ഏതൊക്കെയാണ് 5 മേജർ ട്രൈബ്സുകളുടെ പേര്? ഏതൊക്കെയാണ്? എഴുതിയെടുത്തുണ്ടോ ആരെങ്കിലും? അല്ലെങ്കിൽ അത് നിങ്ങളുടെ മലയാളം കേടിയിലില്ലെങ്കിൽ ടെസ്റ്റിലുണ്ട്. ആ ടെസ്റ്റിൽ ഈ ചോദ്യം തന്നതിന്റെ മുകളിൽ തന്നെ പാരാഗ്രാഫിലുണ്ട്. ദേ കണ്ട,
ഗോണ്ട, ബിൽ, സന്താൾ, മിന, ഒറോൺ. കേൾക്കുന്നുണ്ടോ? ഞാൻ വരയ്ക്കാം. ബിൽ കണ്ട ഈ ഒരു ലൈനിൽ എല്ലാരും കേൾക്കുന്നുണ്ട്. സന്താൾ, ബിൽസ്, ഹോണ്ട. ഏതൊക്കെയാണ് ആ ഒരു 5? അതായത് ഈ ഇംഗ്ലീഷ് ടെസ്റ്റിൽ ഏത് പേജാന്ന് പറയാമോ? 40ാമത്തെ പേജ്, 40. 40ാമത്തെ പേജിലെ ചോദ്യത്തിന്റെ അവിടെ തന്നെ കേൾക്കുന്നുണ്ട്. ഗോണ്ട, ബിൽസ്, സന്താൾ, മിന, ഒറോൺ. ഇതാണ് പ്രധാനപ്പെട്ട ട്രൈബ്സുകൾ. ദെൻ കിട്ടിയല്ലോ എല്ലാവർക്കും. ദെൻ അടുത്ത ചോദ്യമാണ്, നെയിം 1 മേജർ ട്രൈബ്സ് ഹു സ്പീക്ക് ദി ദ്രവീഡിയൻ ലാംഗ്വേജ്. ഏതെങ്കിലും ഒരു പറഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് ട്രൈബാണ് ദ്രവീഡിയൻ ഭാഷ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഗോണ്ട ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ദ്രവീഡിയൻ ഭാഷ സംസാരിക്കുന്ന ട്രൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോണ്ട. ഗോണ്ട ട്രൈബാണ് ഏറ്റവും കൂടുതൽ ദ്രവീഡിയൻ ഭാഷ സംസാരിക്കുന്നത്. ഒറോൺ ഒക്കെ ഉണ്ടെങ്കിലും ഗോണ്ടയാണ് ഏറ്റവും കൂടുതൽ ദ്രവീഡിയൻ ഭാഷ സംസാരിക്കുന്ന മേജർ ഗ്രൂപ്പ്. ക്ലിയർ ആയോ? ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വേർ ആർ ദ ഓൺകേഴ്സ് ഫൗണ്ട്. ഓൺകേഴ്സ് എന്ന് പറഞ്ഞ ട്രൈബ് നമ്മുടെ അവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ട്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ആൻഡമാൻ ഐലൻഡ്സുകളിലാണ്. ഈ ഒരു ചോദ്യം ഒന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മൾ ഇവിടെ ടെസ്റ്റിൽ നിന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആൻഡമാൻ ഐലൻഡുകളിലാണ് ഏത് ഓൺകോസ് എന്ന് പറഞ്ഞ ഒരു ട്രൈബ് ഉള്ളത്. നെയിം ദി 3 ട്രൈബ്സ് ഓഫ്. ആരാണ് ചോദിക്കുന്നത്? എന്താണ്? എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തോ. ദെൻ ലാസ്റ്റത്തെ ചോദ്യമാണ്, നെയിം ദി 3 ട്രൈബ്സ് ഓഫ് വെസ്റ്റേൺ റീജിയൻ. വെസ്റ്റേൺ റീജിയനിലുള്ള ഒരു 3 ട്രൈബുകളുടെ പേര് എഴുതാനാണ് പറയുന്നത്. വെസ്റ്റേൺ റീജിയനിൽ, അതായത് നമ്മുടെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു 3 ട്രൈബ്സുകളുടെ പേര് എഴുതാനാണ് പറഞ്ഞത്. മിന, റിബാരി, ധാങ്. എന്തെങ്കിലുമൊക്കെ അതായത് നിങ്ങളുടെ 186ാമത്തെ പേജിൽ പടിഞ്ഞാറൻ മേഖലയിലെ ട്രൈബുകളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ദിൽ, ഗിരിസിയ, റെഭാരി, ഡാങ്, മിന, വോർലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 3 എണ്ണം വെസ്റ്റേൺ റീജിയനിൽ എഴുതാം. ട്രൈബുകളുടെ പേര് അങ്ങനെ ഒന്നും മെൻഷൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് റൂറൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. റൂറൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ചോദ്യം സ്ക്രീൻ കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ചോദ്യം നോക്കിക്കോ. റൂറൽ ഏരിയ ആർ ഡൊമിനന്റ് ബൈ ഡാഷ് ഗ്രൂപ്പ്. അതായത് ഗ്രാമപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട തൊഴിൽ ഏതാണ്? അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ, പ്രൊഫഷണൽ. ഏതായിരിക്കും തൊഴില്? അവരുടെ പ്രധാനപ്പെട്ട തൊഴില് അഗ്രികൾച്ചർ. കൃഷിയാണ് അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. ഒന്നുകൂടി ഞാൻ മലയാളത്തിൽ പറയാം. റൂറൽ ഏരിയ ആർ ഡൊമിനേറ്റഡ് ബൈ ഡാഷ് ഒക്യുപ്പേഷൻ. അതായത് ഗ്രാമസമൂഹങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട തൊഴിൽ ഏതാണെന്നാണ് ചോദിച്ചത്. ഗ്രാമപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കൃഷി ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വില്ലേജ് ഹാവ് എ ഡാഷ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ഗ്രാമങ്ങളിലെ ജനസംഖ്യ എങ്ങനെയാണ്? ഹയർ ആണോ, ലോവർ ആണോ, മോഡറേറ്റ് ആണോ? എങ്ങനെയായിരിക്കും? ലോവർ. അവിടെ എന്താ മിതമായ, അതായത് ഒരു ലോവർ ആയിരിക്കും. നമ്മളെ ഇത് ഏറ്റവും കൂടുതൽ എവിടെ? എന്താരെങ്കിലും സംശയം ചോദിക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കണ പോലെ. അതായത് വില്ലേജിലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യ വളരെ ലോവർ ആയിരിക്കും. ദെൻ വില്ലേജ് എക്കോണമി ഈസ് ഡാഷ്. അതായത് ഗ്രാമ സാമ്പത്തികം എന്ന് പറയുന്നത് ഡെവലപ്ഡ്, ലെസ് ഡെവലപ്ഡ്, പ്രിമിറ്റീവ്. എന്തായിരിക്കും? ഗ്രാമസമൂഹം എങ്ങനെയായിരിക്കും? വികസിതം, ചെറിയ തോതിൽ വികസിതം, ഒട്ടും വികസിതമല്ലാത്ത, പ്രിമിറ്റീവ്. ഏതായിരിക്കും എക്കോണമി? പ്രിമിറ്റീവ് നമ്മൾ ട്രൈബൽ പറഞ്ഞു. അപ്പൊ ഏതായിരിക്കും? ലെസ് ഡെവലപ്ഡ്. ചെറിയ തോതിൽ വികസനം എവിടെ ഉണ്ടാവും? ഗ്രാമപ്രദേശങ്ങളിൽ. അല്ലെ? എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഇലക്ട്രിസിറ്റി ഉണ്ടാവും, റോഡ് ഉണ്ടാവും, വാട്ടർ അല്ലെ, ജലസഭ്യത, ഇതൊക്കെ നമ്മൾ എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ ലെസ് ഡെവലപ്ഡ് ആയിരിക്കും അവിടുത്തെ എക്കോണമി എന്ന് പറയുന്നത്.
ഇന്ത്യൻ വില്ലേജ് ഹാവ് എ ഡാഷ് സിസ്റ്റം. ഇന്ത്യയിലെ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വേൾഡ് വില്ലേജ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇന്ത്യൻ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഡാഷ് വ്യവസ്ഥ കാണാം. കാസ്റ്റ്, ക്ലാസ്, എസ്റ്റേറ്റ്, ഏത് വ്യവസ്ഥയാണ് കാണാൻ പറ്റുക ഇന്ത്യൻ വില്ലേജുകളില്? ഇന്ത്യൻ വില്ലേജുകൾ, ഇന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിൽ എന്ത് വ്യവസ്ഥയായിരിക്കും കാണാൻ പറ്റുക? ഈ ക്ലാസ് വർഗ വ്യവസ്ഥയാണോ, ജാതി വ്യവസ്ഥയാണോ, അത് എസ്റ്റേറ്റ് വിഭാഗങ്ങള്, ഭൂമിയുടെ അടിസ്ഥാനത്തിൽ സർക്കിളിൽ ജന്മികളാണ് എന്നുള്ള രീതിയിൽ എസ്റ്റേറ്റ്സുകൾ അങ്ങനെയാണോ കാണാൻ പറ്റുക? ഏത് വ്യവസ്ഥയാണ് ഈ ഗ്രാമപ്രദേശങ്ങളിൽ കാണാൻ ഏറ്റവും കൂടുതൽ? കാസ്റ്റ്, അതെ, ജാതി വ്യവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിൽ കാണാൻ പറ്റുക. ഈ ഭാഗം ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അപ്പൊ അടുത്ത ഭാഗം കൂടി നോക്കാം. അടുത്ത ഭാഗം നമ്മൾ അർബൺ ആണ് നോക്കുന്നത്. അർബൺ നോക്കി, അർബൻ സൊസൈറ്റി ഹാവ് മോസ്റ്റ്ലി ഡാഷ് ഓക്യുപ്പേഷൻ. അർബൻ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി അഗ്രികൾച്ചർ, പ്രീസ്റ്റ്ലി, നോൺ അഗ്രികൾച്ചർ. അതായത് നഗരങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചു. അതായത് അതിനകത്ത് നാലാമത്തെ ചോദ്യം, ഞാനൊന്ന് നോക്കട്ടെ, എടുക്കട്ടെ. ഇന്ത്യൻ വില്ലേജ് ഹാവ് കാസ്റ്റ് അല്ലേ? കാസ്റ്റ്, ജാതി വ്യവസ്ഥ. ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ കിട്ടിയത്. ഇന്ത്യൻ വില്ലേജ് ഹാവ് ഡാഷ് സിസ്റ്റം, ജാതി വ്യവസ്ഥയാണ് കാണുന്നത് കേട്ടോ. ദെൻ അടുത്തത് അടുത്ത ചോദ്യം. അടുത്തത് നമ്മൾ ഈ അർബൺ ഏരിയയുമായിട്ട്, നഗര സമൂഹമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അർബൻ സൊസൈറ്റി ഹാവ് മോസ്റ്റ്ലി ഡാഷ് ഓക്യുപ്പേഷൻ. നഗര സമൂഹത്തിലെ പ്രധാനപ്പെട്ട തൊഴിൽ അഗ്രികൾച്ചർ, പ്രീസ്റ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഭുക്കന്മാരാണ്, അത് പൂജാരികൾ എന്നൊക്കെ പൂജ ചെയ്യുന്ന ആൾക്കാരാണ്. നോൺ അഗ്രികൾച്ചർ ഏതായിരിക്കും പ്രധാനപ്പെട്ട തൊഴില് നഗരങ്ങളിലെ? നോൺ അഗ്രികൾച്ചർ കേട്ടോ. അഗ്രികൾച്ചർ ആയാൽ അത് റൂറൽ ആവും കേട്ടോ. നോൺ അഗ്രികൾച്ചർ എവിടെ? അർബൺ ഏരിയയിൽ. ഡാഷ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് അർബൻ സൊസൈറ്റി. അതായത് ഈ അർബൻ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് പേഴ്സണൽ കോണ്ടാക്ട്, അനോണിമിറ്റി, കിൻഷിപ്പ്. എന്തായിരിക്കും ഇതൊരു നിങ്ങളുടെ ഈ ആശയം പോലെ ഇരിക്കും. കാരണം ഇത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുള്ളൂ. അല്ലെ നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ചിട്ടും ഈ ഒരു ഉത്തരം കിട്ടും. ചോദ്യം ഞാൻ മലയാളത്തിൽ അനോമിനിറ്റി. ഓക്കെ, ഇനി കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ അറബൻ സൊസൈറ്റിയിൽ, അതായത് അറബൻ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ കോണ്ടാക്ട്. അതായത് പേഴ്സണൽ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിരിക്കും എല്ലാവരും. അതായത് വ്യക്തിപരമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗാഢമായ ബന്ധം എല്ലാവരും തമ്മിൽ അർബൻ ഏരിയയിലും ഉണ്ടാവുന്നു. അനോണിമിറ്റി, ഒരു ബന്ധം ഉണ്ടാവില്ല. പിന്നെ കിൻഷിപ്പ്, ബന്ധുത്വം, ബന്ധുക്കൾ കുറെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ശരിക്കും നമുക്ക് നോക്കിയാൽ അറിയാം, അർബൻ സൊസൈറ്റിയിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആളെ പോലും ആർക്കറിയില്ല? ഈ തൊട്ടടുത്തിരിക്കുന്ന രണ്ട് വീട്ടുകാർക്കും അറിയില്ല അല്ലെ? ശരിക്കും അവർ പരസ്പരം എന്ത് കാണുന്നു ഇല്ല, സംസാരിക്കുന്നു ഇല്ല. അപ്പൊ പേഴ്സണൽ കോണ്ടാക്ട് അവിടെ ഇല്ല. പിന്നെ കിൻഷിപ്പ്, നഗരങ്ങളിൽ ബന്ധുക്കൾ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടാവുമോ? ഫ്ലാറ്റുകളിൽ എല്ലാവരും ബന്ധുക്കളായിരിക്കും ഒരുമിച്ച് താമസിക്കുന്നത്. അവിടെ വളരെ കുറവായിരിക്കും, ബന്ധുത്വം വളരെ കുറവ്. അപ്പൊ അനോണിമിറ്റി ആണ് അവിടെ കൂടുതലായിട്ട് കാണും. അവിടെ എന്ത് അനോണിമിറ്റിന് വേർതിരിവാണ് അവിടെ അതെന്ത് ബന്ധം ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അർബൻ സൊസൈറ്റി ഹാവ് എ ഡാഷ് എക്കോണമി. അർബൻ സമൂഹത്തിലെ സാമ്പത്തികം മോണിറ്ററി, അഗ്രികൾച്ചർ, ബാർട്ടർ. മോണിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണമിടപാടുകളാണ്, പണമാണ് അവിടെ പ്രധാനപ്പെട്ട മീഡിയമായിട്ട്. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷിയായിരിക്കും. ബാർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർട്ടർ സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വേദ കാലഘട്ടത്തിലൊക്കെ ഒരു സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഒരു സാധനം കൊടുത്ത് മറ്റൊരു സാധനം, അതെ, സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ മേടിക്കുന്ന വ്യവസ്ഥയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ കുറെ തേങ്ങയുണ്ട്, അപ്പൊ വെളിച്ചെണ്ണ കൊടുത്തിട്ട് നമ്മൾ ഉപ്പ് മേടിക്കുക. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അർബൻ സൊസൈറ്റിയിൽ എങ്ങനത്തെ എക്കോണമി ആയിരിക്കും?
എങ്ങനത്തെ എക്കോണമി ആയിരിക്കും? എങ്ങനത്തെ സാമ്പത്തികമായിരിക്കും അർബൻ Monetary. ഏരിയയില്? Monetary. ആ, മോണിറ്ററി, അതായത് പണമിടപാടുകളായിരിക്കും. ഇതിലത്തെ ലാസ്റ്റത്തെ ചോദ്യം, ഇൻ അർബൻ ഏരിയ ദ പീപ്പിൾ ഹാവ് എ കൾച്ചർ ഡാഷ്. ഹോമോജിനിറ്റി ആണോ, ഹെട്രോജിനിറ്റി ആണോ, പ്ലൂറലിസം ആണോ? ഏകം ആണ് അത്, ബഹുതലമാണ് അതും, പ്ലൂറലിസം അതും ബഹുതലം എന്നുള്ള രീതിയിൽ, അതായത് പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ ബഹുസ്വരതയാണ് എന്നാണ് പറഞ്ഞത്. എങ്ങനത്തെ കൾച്ചറൽ ആണെന്നാ നമ്മൾ പറഞ്ഞേ? അത് ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ Pluralism. കൊടുത്തിട്ടുണ്ട്. പ്ലൂറലിസം അല്ല, ഹെട്രോജിനിറ്റി ആണ് അവിടെ. ഹെട്രോജിനിറ്റി, ബഹുസ്വരത ഉണ്ടെങ്കിൽ പോലും കൾച്ചറൽ എന്ന് പറയുമ്പോൾ ശരിക്കും ഹെട്രോജിനിറ്റി ആണ്, വൈവിധ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൾച്ചറൽ ഹെട്രോജിനിറ്റി ആണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ ഈ ഭാഗത്തിലെ ചോദ്യങ്ങള്? Yes. അത് ടെസ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. 46ാമത്തെ പേജിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സിൽ ബി എന്ന് പറഞ്ഞത് കൾച്ചറൽ ഹെട്രോജിനിറ്റി എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ടെസ്റ്റിൽ 46ാമത്തെ പേജിൽ. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ ഇത് മാറ്റട്ടെ. Yes. Then അടുത്തത്, അടുത്ത ചോദ്യം പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. വാട്ട് ഈസ് ദ മിനിമം പോപ്പുലേഷൻ ഓഫ് മെട്രോ? അതായത് ഒരു മെട്രോയില് മിനിമം എത്ര ആൾക്കാർ വേണം എന്നാണ് പറയണത്. എത്ര ആൾക്കാർ വേണം മെട്രോയിൽ വരണേ? എത്ര വേണം? അത് അറിയണമെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിലുണ്ടല്ലോ 46ാമത്തെ പേജിലുണ്ട് കേട്ടോ. 46ാമത്തെ പേജിൽ 10 മെട്രോ lakhs അല്ലേ? 10 lakhs. 10 lakhs 10 lakhs ജനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ നമ്മൾ എന്ത് മെട്രോ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വൈ സം പീപ്പിൾ ഇൻ അർബൻ ഏരിയ ഹാവ് മെന്റൽ പ്രോബ്ലം? എന്തുകൊണ്ടായിരിക്കും അർബൻ ജനതയിൽ മെന്റൽ പ്രോബ്ലം ഉണ്ടാവാൻ കാരണം? വൈ സം പീപ്പിൾ ഇൻ അർബൻ ഏരിയ ഹാവ് എ മെന്റൽ പ്രോബ്ലം? എന്തുകൊണ്ടായിരിക്കും അവർക്ക് മെന്റൽ പ്രോബ്ലം കൂടാൻ? എന്തായിരിക്കും അത്? നമ്മൾ ടെസ്റ്റ് വായിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ നഗരം പ്രദേശത്തുള്ള ആൾക്കാർക്ക് വളരെ മെന്റൽ പ്രോബ്ലം കൂടുതലായിരിക്കും, മാനസിക സമ്മർദ്ദം വളരെ കൂടുതലാണ്. എന്തായിരിക്കും കൂടുതൽ? Rashness. ഏഹ് Rashness. കേട്ടില്ല? റാഷ്നസ് ആണോ? അതിലും കൂടുതൽ വേറൊരു കാര്യം പറയാലോ. എന്തായിരിക്കും? മൈഗ്രേഷൻ. കുടിയേറ്റം. അതല്ല, കുടിയേറ്റല്ല. മെന്റൽ പ്രോബ്ലം കൂടാൻ ഏറ്റവും കൂടുതൽ കാരണം, ഈവൻ നമുക്കറിയാം അർബൻ ഏരിയയില് ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ പോലും തമ്മിൽ എന്ത്, അല്ലെ, ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ പരസ്പരം എന്ത് ഒരു മെഡിക്കേഷൻ അല്ലെങ്കിൽ പരസ്പരം അവർ സംസാരിക്കുകയോ പരസ്പരം അതാണ് പ്രൈമറി ബിഹേവിയർ. അവിടെ ഒരു പെരുമാറ്റം അവര് ഈ ഒരു പേഴ്സണൽ, അതായത് ഇംപേഴ്സണൽ ആയിട്ടുള്ള ഗാഢമായിട്ടുള്ള ബന്ധം അവിടെ എന്ത് ഉണ്ടാക്കണില്ല. ബ്രേക്കിംഗ് ഡൗൺ എന്നാണ് പറയുന്നത്. ബ്രേക്കിംഗ് ഡൗൺ പ്രൈമറി ഗ്രൂപ്പ് ബിഹേവിയർ. അതായത് പ്രാഥമിക സംഘങ്ങൾ പുലർത്തേണ്ട കുറേ ഫ്യൂച്ചേഴ്സ് ഉണ്ട്. എന്നും മുഖാമുഖ സംഭാഷണം നടക്കുക, ഒരു പേഴ്സണൽ ഗാഢമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഒരു അങ്ങനത്തെ ഒരു കാര്യം എവിടെയും ഇല്ല. പ്രൈമറി റിലേഷൻഷിപ്പ് ബിഹേവിയർ എവിടെ കാണാൻ പറ്റില്ല? അർബൻ ഏരിയയിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് കൂടുതൽ മെന്റൽ പ്രോബ്ലം കൂടുതൽ എന്നാണ് പറയണത്. ദെൻ മൂന്നാമത്തെ, വാട്ട് ഈസ് എ പുഷ് ഫാക്ടർ ഓഫ് മൈഗ്രേഷൻ? ഏതെങ്കിലും ഒരു പുഷ് ഫാക്ടർ എഴുതിയാൽ മതി. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തള്ളിവിട്ട് മാറുന്നത്? ഏതെങ്കിലും ഉണ്ട്? ഏതെങ്കിലും ഇഷ്ടമുള്ളത് ഏതാ നിങ്ങൾക്ക്? പുഷ് ഫാക്ടർ ഏതെങ്കിലും ഒരു പുഷ് ഫാക്ടർ പറഞ്ഞാൽ. അൺഎംപ്ലോയ്മെന്റ്. ജോബ് ഇല്ലാണ്ട് അൺഎംപ്ലോയ്മെന്റ്. ജോലി ഇല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല, പിന്നെ നമ്മൾ എന്തായാലും മാറിപ്പോണം അല്ലെ? പിന്നെ ഏത് പറയാം? അൺഎംപ്ലോയ്മെന്റ് പറയാം. പിന്നെ എന്ത് പറയാം? മൂന്നെണ്ണൊക്കെ പറയൂ. കാരണം കഴിഞ്ഞ എക്സാമിന് 2 എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുഷ് ഫാക്ടർ എഴുതി. എനി 2 പുഷ് ഫാക്ടർ ഓഫ് മൈഗ്രേഷൻ ചോദിച്ചു. ഒരെണ്ണൂടി പറഞ്ഞേ നിങ്ങൾ നമ്മളെ തള്ളി വിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നത്. ഒരെണ്ണൂടി ഏതായിരിക്കാം? ഒന്ന് അൺഎംപ്ലോയ്മെന്റ് വരുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. പിന്നെ എന്ത് വരുമ്പോഴാണ് നമ്മൾ മാറിപ്പോവാ?
നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ നമ്മൾ പുഷ് ഫാക്ടർ ആവാറുണ്ട് കേട്ടോ. പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ഒരു സ്ഥലത്ത് നിന്നും അല്ലെ ഒരു കുന്നിന്റെ മുകളിൽ വീട് വെച്ചു, പിറ്റേ ദിവസം ഉരുൾപൊട്ടി പോയി, പിന്നെ അവിടെ തന്നെ വീട് വെക്കും നമ്മള് ഇല്ലേ, നമ്മൾ മാറി താമസിക്കാൻ ചിന്തിക്കും. പിന്നെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അവിടെ താമസിക്കും, നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറി പോവാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ വേറെ താമസിക്കാൻ വരും. ഇതൊക്കെ 4 കാരണങ്ങളാണ് പുഷ് ഫാക്ടർ. നാച്ചുറൽ കലാമിറ്റി, അൺഎംപ്ലോയ്മെന്റ്, വാറ്, ദെൻ പോവർട്ടി. ഇതൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാറുണ്ട്. ലാസ്റ്റത്തെ ചോദ്യം ഈ പാഠത്തിൽ, വാട്ട് ഈസ് ദ കോസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ അർബൻ ഏരിയ? എന്തുകൊണ്ടാണ് നഗരത്തിലെ ആൾക്കാർക്ക് തൊഴിലില്ലായ്മ ഉണ്ടാവാനുള്ള കാരണം? എന്തുകൊണ്ടായിരിക്കും? അത് സിമ്പിളാ, എല്ലാവർക്കും പറയാം. എന്തായിരിക്കും അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും? Population dense. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുമ്പോൾ എല്ലാ ജനങ്ങൾക്കും നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്? ഹെവി പോപ്പുലേഷൻ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ക്ലിയർ ആയല്ലോ ഈ ഭാഗത്തെ ചോദ്യങ്ങൾ? ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ. ഇത് റിവിഷൻ ക്ലാസ് പോലെ പോണ്. ഇത് പിന്നീട് എക്സാമിന്റെ സമയത്ത് ചെയ്യില്ല കേട്ടാ. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴാ നോക്കുള്ളൂ. ഇത് നല്ല ഗാഢമായിട്ട് ഈ ഒരു അധ്യായം പഠിച്ചു പോവാ അവിടെ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇതിലിനി സംശയമൊന്നും ഇല്ലല്ലോ? സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, അത് നമുക്ക് ലീവ് ചെയ്യാം. 8 മണി വരെയാണ് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. Thank you. Thank you. എല്ലാവർക്കും താങ്ക് യു.